ഞാൻ വിചാരിച്ച് നേരത്തേക്കാ വെച്ചൊരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. 2 ദിവസം എനിക്ക് ഭയങ്കര തലവേദനയും ഛർദിലും ഒക്കെ ആയിരുന്നു. അപ്പം വായെല്ലാം ഒരുമാതിരി ഇരിക്കുമോ, വായിക്കകത്തൊരു ടേസ്റ്റും ഇല്ല, ഒന്നുമില്ല. എന്തോ ഒരു പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ബുദ്ധിമുട്ടാണ് വായിക്കകത്ത്. ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് എനിക്ക് ശരിയായില്ല. 2-3 ദിവസമായി ഫുഡൊക്കെ ചൊവ്വിന് കഴിച്ചിട്ട് വായിക്കകത്തൊരു ടേസ്റ്റ് ഇല്ലാത്ത കാരണം. ഇപ്പോൾ ഏത്തക്ക ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച ഏത്തക്ക ഇച്ചിരിയേറെ നന്നായിട്ട് പഴുക്കുകയും ചെയ്തു. ഒത്തിരി പഴുത്താലൊന്നും ഇവിടെങ്ങും ആർക്കും ഇഷ്ടമില്ല. എന്നാൽ ഞാൻ വിചാരിച്ചു എന്നാൽ അത് വെച്ച് പഴംപൊരി ഉണ്ടാക്കാമെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, അത് പിന്നെ വട്ടത്തിൽ റൗണ്ടിൽ ഞാൻ അരിഞ്ഞിട്ട് ഒത്തിരി കട്ടി കുറച്ചല്ല, ഇച്ചിരി കട്ടിയായിട്ട് അരിഞ്ഞ്, എന്നിട്ട് മൈദയും അതിനകത്തൊരു ശകലം എള്ള്, പഞ്ചസാര, ഉപ്പ് ഇത്രയും കൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ച്, എന്നിട്ട് അതിനകത്തോട്ട് ഈ ഏത്തയ്ക്ക അരിഞ്ഞ് വെച്ചതുകൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് പുരട്ടിയെടുത്തിട്ട് എണ്ണ ചൂടായി അതിനകത്ത് ഇട്ട് തിരിച്ചും മറിച്ചും ഒക്കെ എടുത്ത് ഒരു എന്നുവെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് സാധനമായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. പഴംപൊരി മിക്കവാറും ഉണ്ടാക്കും, പക്ഷേ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ എൻ്റെ മോക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഇപ്പം പുറത്തുനിന്നൊന്നും ഇങ്ങനെയുള്ള എണ്ണയും വറുത്തയൊന്നും മേടിക്കത്തില്ല. കാരണം എണ്ണയ്ക്കൊക്കെ വില കൂടിയത് കാരണം എന്തോ എണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. പഴംപൊരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. പഴംപൊരി, പരിപ്പ് വട ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് പഴംപൊരി ഉണ്ടാക്കാൻ എടുത്തതാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ അന്നേരത്തെ ഒരു ഐഡിയ വെച്ച് ഇങ്ങനെ അങ്ങ് ചെയ്തു. പക്ഷേ ഇഷ്ടമായി, മോക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ വായുടെ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുമ്പം വായിക്ക് പ്രശ്നമില്ല, പക്ഷേ കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും പഴയതുപോലെ തന്നെയായി. അപ്പം എല്ലാവർക്കും ഇഷ്ടമാകും, എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഞാൻ ചാനലിനകത്ത് ഇട്ടു എന്ന്. ഉണ്ടാക്കി നോക്കാത്തവർക്ക് ഒന്നുണ്ടാക്കി നോക്കണം.